ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ എന്താണ് ബന്ധം? 1820 ഹാൻസ് ക്രിസ്റ്റ്യൻ ഏഴ്സ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും വലിയ കൂട്ടുകാരാണെന്ന് കണ്ടുപിടിച്ചത്. ഒരു വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് സോൺ ഉണ്ടാകുന്നു. ഇതിനെയാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇനി കറണ്ട് പോകുന്ന ഒരു വയറിനെ കോയിലുകളായി ചുറ്റിയെടുത്താൽ അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നു. സാധാരണ മാഗ്നറ്റുകളെ പോലെ തന്നെ ഇതിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിനെ കൂടുതൽ ശക്തിയുള്ളതാക്കാൻ വയറിൻ്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ അതിലൂടെ കൂടുതൽ കറണ്ടിനെ കടത്തിവിടുകയോ ചെയ്താൽ മതി. ഈ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മുടെ കോളിംഗ് ബെല്ലിലും ഫാനിലും പിന്നെ സ്ക്രാപ്പ് യാർഡിലും മറ്റും ഉപയോഗിക്കുന്ന വലിയ ക്രെയിനുകളിലും മറ്റും കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഭൂമിയും ഒരു ഭീമാകാരനായിട്ടുള്ള മാഗ്നറ്റാണെന്ന് പറയാം. കാരണം ഭൂമിയുടെ കോറിനുള്ളിൽ ലിക്വിഡ് ഫോമിലുള്ള തിളയ്ക്കുന്ന ഇരുമ്പ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ മൂവിങ് ലിക്വിഡ് അയൺ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് ദൂര ദിക്കുകളിലേക്ക് പക്ഷികൾ ദിശ തെറ്റാതെ പറക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്പേസിൽ നിന്നുള്ള ദോഷകരമായ പല പാർട്ടിക്കിൾസും ഭൂമിയിൽ പതിച്ച് അപകടമുണ്ടാക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നു. ഇലക്ട്രിസിറ്റിക്ക് മാഗ്നറ്റിസം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. അതിലും രസകരമാണ് ഒരു മൂവിങ് മാഗ്നറ്റിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും കഴിയുമെന്നുള്ളത്. ഒരു 2-വേ കണക്ഷൻ.